എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡിഗ്രി ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. പിന്നെ നമ്മൾ ഡിഗ്രി PYQ ആണ് ചെയ്യുന്നത്. എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എല്ലാവരും? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? തെറ്റുന്ന പോർഷൻസ് ഒക്കെ റെക്ടിഫൈ ചെയ്ത് എല്ലാവരും മുന്നോട്ട് വരണം കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. തന്നെ ചെയ്ത് നോക്കുക. ഫസ്റ്റ് വൺ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ, ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദി അണ്ടർലൈൻ വേർഡ്. ഓക്കെ, സിനോണിം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ എം റെഡി ടു കൺസീഡ് ദാറ്റ് ദ ഡിസിഷൻ വാസ് എ റോങ് വൺ. ഇവിടെ കൺസീഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. പറയാവോ? ഐ എം റെഡി ടു കൺസീഡ്. ആ റെഡി കാണുമ്പോൾ തന്നെ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ഐ എം റെഡി ടു കൺസീഡ് ദാറ്റ് ദ ഡിസിഷൻ വാസ് എ റോങ് വൺ. കൺസീഡ് ഇറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ്, എഗ്രി ചെയ്യുക അല്ലെ? എഗ്രി ചെയ്യുക. കൺസീഡ് ചെയ്യുക എന്ന് പറഞ്ഞാല് എഗ്രി ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ദി ബ്ലാങ്ക്സ് വിത്ത് ദി ഓപ്ഷൻ, വിത്ത് ദി കറക്റ്റ് ഓപ്ഷൻ. ഹി സോ ഡാഷ് SI ഓഫ് പോലീസ് സിറ്റിംഗ് അണ്ടർ ഡാഷ് യൂക്കാലിപ്സ് ട്രീ. എന്തായിരിക്കും ആൻസർ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വേഗം പറഞ്ഞോളൂ. SI എന്ന് പറയുമ്പോ ഏതാ വരിക? വേഗം നോക്കിയിട്ട് പറ. ആൻ SI അല്ലെ? ആൻ SI ഓഫ് പോലീസ് സിറ്റിംഗ് അണ്ടർ എ യൂക്കാലിപ്സ് ട്രീ. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാ നോക്കണ്ടേ? SI എന്ന് പറയുമ്പോൾ S കണ്ടിട്ട് A എഴുതരുത് കേട്ടോ. എപ്പോഴും നമ്മൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കിയിട്ട് വേണം ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട്. SI എന്ന് പറയുമ്പോൾ A എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് അല്ലെ? S അല്ലെ? അപ്പൊ A ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആൻ യൂസ് ചെയ്യണം. യൂക്കാലിപ്സ് എന്ന് പറയുമ്പോൾ യാണ് വരുന്നത് അല്ലെ? മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ യാ വരും, യൂക്കാലിപ്സ്. അപ്പൊ A ആണ് വരിക. അതായത് ആനും എയും വരുന്ന ഓപ്ഷൻ ഇറ്റ് ഇസ് ഓപ്ഷൻ D ആണ്. കിട്ടിയല്ലോ? അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ EWE നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? AU ആണ് അല്ലെ? AU. അതേപോലെ തന്നെ OUIJA. ഇതിന്റെ ഫ്രണ്ടിൽ എന്താ വരിക? ബോർഡ് കേട്ടോ. വേഗം പറഞ്ഞോളൂ. വീജ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ്, വായാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ A ആണ് വരിക കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടി ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. ഓക്കെ, കാണുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സെന്റൻസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് പറഞ്ഞോളൂ. യെസ്, ഇന്നലെ ബുക്ക് വായിച്ചു എന്ന് പറയുമ്പോൾ ഐ റെഡ് ദ ബുക്ക് യെസ്റ്റർഡേ. ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ? ഐ റെഡ് ദി ബുക്ക് യെസ്റ്റർഡേ. ഓക്കെ, അപ്പോ യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ ഒക്കെ കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഈ റീഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റെഡ്. സ്പെല്ലിംഗ് രണ്ടും ഏതാണ്ട് ഒരേപോലെ ഇരിക്കും അല്ലെ? ഏതാണ്ട് അല്ല, രണ്ടും സെയിം ആണ്. അപ്പോ യെസ്റ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഐ റെഡ് ദി ബുക്ക് യെസ്റ്റർഡേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് us ഗോ ടു ദി ബീച്ച്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ലെറ്റ് us ഗോ ടു ദി ബീച്ച്. കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്, ലെറ്റ് us വരുമ്പോ എന്താ യൂസ് ചെയ്യുക? വളരെ സിമ്പിൾ ആണ്. വേഗം ആൻസർ പറഞ്ഞോളൂ. ലെറ്റ് us അല്ലെങ്കിൽ ലെറ്റ്സ്. ഇത് വരുമ്പോ എന്താ യൂസ് ചെയ്യണ്ടേ? ഒന്നും ചിന്തിക്കാനില്ല. ആൻസർ ഷാൽ ബി അല്ലെ? ഷാൽ ബി. പഠിച്ചു വെച്ചേക്ക. ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സ് കേട്ടോ. ലെറ്റ്സ്. ഇത് വരുമ്പോ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഷാൽ ബി തന്നെ യൂസ് ചെയ്യണം ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട്. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഐഡന്റിഫൈ ദി കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് കമാൻഡർ ഇൻ ചീഫ്. നമ്മൾ വൊക്കാബുലറിയുടെ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ ഒരു ചാനലിനകത്ത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഐഡന്റിഫൈ ദി കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് കമാൻഡർ ഇൻ ചീഫ്. കമാൻഡർ ഇൻ ചീഫിന്റെ പ്ലൂറൽ ആണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, വേഗം പറഞ്ഞോളൂ ആൻസർ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ A ആണ് അല്ലെ? എന്താണ് ആൻസർ ആയിട്ട് വരിക? കമാൻഡേഴ്സ് ഇൻ ചീഫ് ആണ്. ഓക്കെ, കമാൻഡർ ഇൻ ചീഫിന്റെ പ്ലൂറൽ ഫോം ചോദിക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് വേർഡിന്റെ കൂടെ നമ്മൾ ഒരു S ചേർത്തിട്ട് പറയണം. ഓക്കെ, ഇതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണുള്ളത്? മദേഴ്സ് ഇൻ ലോ, ഫാദേഴ്സ് ഇൻ ലോ അല്ലെ? സിസ്റ്റേഴ്സ് ഇൻ ലോ എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ S ചേർക്കുന്ന ആൾക്കാരാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. കംപ്ലീറ്റ് ദി സെന്റൻസ് വിത്ത് ദി കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ്. ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂഡൽഹി ഡാഷ്. നമ്മുടെ ഇഫ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഷുവർ ആയിട്ടും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. മിക്കവാറും നമ്മുടെ ഇഫ് കണ്ടീഷന്റെ തേർഡ് കണ്ടീഷൻ തന്നെ ആവാനാണ് സാധ്യത. വേഗം ആൻസർ പറഞ്ഞോളൂ. ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂഡൽഹി ഡാഷ്.
ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് വരികയാണെങ്കിൽ അപ്പുറത്ത് എന്താ വരണ്ടേ? ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ ഇവിടെ ഹാവ് പ്ലസ് V3 എന്തായാലും ഉണ്ടാവും അല്ലെ? പിന്നെ അതിന്റെ ഫ്രണ്ടില് വുഡോ കുഡോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഹാവ് പ്ലസ് V3 ഉള്ള ഓപ്ഷൻ നോക്കിയേ. ഹാവ് പ്ലസ് V3 അതിന്റെ ഫ്രണ്ടിൽ ഒരു കുഡും കൂടി ഉണ്ട് അല്ലെ? ഐ കുഡ് ഹാവ് സീൻ ദി കുത്തബ് മീനാർ. കിട്ടിയല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂഡൽഹി ഐ കുഡ് ഹാവ് സീൻ ദി കുത്തബ് മീനാർ. അപ്പോൾ എപ്പോഴും ഇഫ് കണ്ടീഷന്റെ ആ ഒരു 3 സെന്റൻസുകൾ എല്ലാവരും പഠിച്ചു വെച്ചേക്കുക. എന്തൊക്കെയാണ് 3 സെന്റൻസ്? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കുക. ഓക്കെ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് അല്ലെ? ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. ഈ ഒരു കാര്യം എല്ലാവരും മൈൻഡിൽ വെച്ചേക്കുക. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ വരികയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതേപോലെ തന്നെ സീറോ കണ്ടീഷൻ ഉണ്ട്. ട്രൂത്തും ഫാക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ മുമ്പിൽ വില്ലോ ഷാലോ കുഡ് അതൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ പ്രസന്റൻസ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ. Fill the blanks with the correct option. A new mobile tower dash next month. എന്തായിരിക്കും ആൻസർ? A new mobile tower dash next month. ഓക്കെ. അപ്പൊ ചിലപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയയും കിട്ടില്ല. അയ്യോ, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇത് ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോയാലോ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം അല്ലെ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുത്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. A new mobile tower dash next month. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Is been installed. ഈ ബീനിന്റെ കൂടെ നമ്മൾ ഇസ് പറയാറുണ്ടോ? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. നമ്മൾ ആക്റ്റീവ് പാസീവ് ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? ബീനിന്റെ കൂടെ നമ്മൾ ഇസ് യൂസ് ചെയ്യോ? ഇല്ല അല്ലെ? ഹാസ് ഹാവ് ഹാഡ് ഒക്കെ അല്ലേ നമ്മൾ ബീനിന്റെ കൂടെ യൂസ് ചെയ്യുക? ശരിയല്ലേ? അപ്പൊ ഇസ് യൂസ് ചെയ്യില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ അറിയില്ലെങ്കിൽ കൂടി ജസ്റ്റ് നോക്കുക. ബീനിന്റെ കൂടെ നമ്മൾ ഇസ് യൂസ് ചെയ്യാറില്ല. ഹാസ് ഹാവ് ഹാഡ് ഒക്കെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്തു. ഇനി നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഓപ്ഷൻ സി നമുക്ക് തൽക്കാലം അവിടെ പരിഗണിക്കാം, അവിടെ നിൽക്കട്ടെ. കാരണം ഇസിന് ശേഷം നമുക്ക് ING ഫോം യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഷീ ഈസ് ഗോയിങ്, ഷീ ഈസ് ഡൂയിങ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇസിന് ശേഷം ING ഫോം യൂസ് ചെയ്യാറുണ്ട്. തൽക്കാലം നമുക്ക് അതിനെ പരിഗണിക്കാം, അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ ബി നോക്കിയേ. ഇസ് ബി ഇൻസ്റ്റാൾഡ്. ഇസിന് ശേഷം ബി. ബി എന്ന് പറഞ്ഞാൽ V1 ഫോം ഓഫ് ദി വെർബ്. ഞാൻ മുമ്പും പഠിപ്പിച്ചിട്ടുണ്ട്. ബിയുടെ V3 ഫോം എന്താ? ബീനാണ് കേട്ടോ. അപ്പൊ V1 ഫോം ഓഫ് ദി വെർബ് ആണ് ബി എന്ന് പറയുന്നത്. ഇസിന് ശേഷം V1 ഫോം നമ്മൾ യൂസ് ചെയ്യോ? അതായത് ഇസ് ഗോ അല്ലെങ്കിൽ ഇസ് സി അങ്ങനെയൊക്കെ നമ്മൾ പറയോ? ഇല്ല അല്ലെ? അപ്പൊ ഇസിന് ശേഷം നമ്മൾ ഒന്നല്ലെങ്കിൽ വെർബിന്റെ കൂടെ ING ഫോം യൂസ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഷീ ഈസ് ഡൂയിങ്, ഷീ ഈസ് റൈറ്റിംഗ്, ഷീ ഈസ് സിംഗിങ് അങ്ങനെ പറയും. അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? എസിന് ശേഷം V3 ഫോം യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾ പാസീവില് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ എസിന് ശേഷം V1 ഫോം നമ്മൾ യൂസ് ചെയ്യില്ല അല്ലെ? അപ്പൊ ഓപ്ഷൻ ബിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ ഏതിനൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം കേട്ടോ. ഇനി ഓപ്ഷൻ ഡി നോക്കിയേ. ഇസ് ഇൻസ്റ്റാൾഡ്. ഓക്കെ, നെക്സ്റ്റ് മന്തിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അത് ഓൾറെഡി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? അടുത്ത മാസത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇസ് ഇൻസ്റ്റാൾഡ് എന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. എ ന്യൂ മൊബൈൽ ടവർ ഇസ് ബീയിങ് ഇൻസ്റ്റാൾഡ് നെക്സ്റ്റ് മന്ത്. ക്ലിയർ ആയോ? അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ തന്നെ ഇതേപോലെ നമുക്ക് ഓരോന്നിനെയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള റൂൾസ് നമുക്ക് തന്നെ അറിയാം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഇതേപോലെ ഇത് ആൻസർ ആയിട്ട് വരില്ല അല്ലെങ്കിൽ മറ്റൊരു ആൻസർ ആയിട്ട് വരില്ല എന്നുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് അടിക്കില്ല. നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ. Fill in the blanks with the most appropriate option. I dash you to a duel. DUEL. ശ്രദ്ധിക്കണം, ഇത് PSC മുമ്പും ഈ ഒരു വേർഡ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. DUEL. DUEL എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫൈറ്റ് ആണ്, പോരാട്ടം. അപ്പോ ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? I dare you to a duel ആണ്. അപ്പൊ DUAL ഉണ്ട്. DUAL എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് അല്ലെ? ലൈറ്റിന്റെ ഡ്യുവൽ നേച്ചർ. ഇതെന്താ? DUEL. DUEL എന്ന് പറയുമ്പോൾ അതാണ് ഫൈറ്റ് വരുന്നത് കേട്ടോ. ഫൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ എല്ലൊക്കെ പൊട്ടുന്ന ഓർക്കാം. അപ്പൊ എല്ല് എന്നുള്ള രീതിയിൽ EL ഉണ്ട്. തമ്മിൽ മാറി പോവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. എല്ലായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ I dare you to a duel എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക അല്ലെ? ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. fill in the blanks with the appropriate preposition. ഓക്കെ, I will see you dash 9 o'clock. എക്സാക്ട് ആയിട്ടൊരു സമയം പറയുന്നുണ്ട് അല്ലെ. 9 o'clock എന്ന് പറയുമ്പോൾ എക്സാക്ട് ആയിട്ട് പറയുന്ന കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഏത് പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറ്? അറ്റാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. I will see you at 9 o'clock എന്നുള്ളതാണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. ചൂസ് ദി കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദി ഗിവൺ സെന്റൻസ്. ഡോണ്ട് ഗോ നിയർ ദി ബീച്ച് അല്ലെ, ദ മദർ സെഡ്. ഡോണ്ട് ഗോ നിയർ ദി ബീച്ച് അല്ലെ, ദ മദർ സെഡ്. ഇതിനെ ഇൻഡയറക്റ്റ് ഫോമിലേക്ക് ആക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വേഗം പറഞ്ഞോളൂ. ഡോണ്ട് ഗോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഡോണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഇസ് ഇംപറേറ്റീവ്. ഡു നോട്ട് എന്നുള്ളതാണ് ഡോണ്ട്. ഡു നോട്ടിന്റെ ഷോർട്ട് ഫോം ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഡോണ്ട് ആയിട്ട് എഴുതിയിട്ടുള്ളതാ. ഇംപറേറ്റീവ് ആണ്. അപ്പൊ എന്ത് വരും? ഡോണ്ട് വരുമ്പോ നമ്മൾ നോട്ട് ടു ചേർക്കണം അല്ലെ. നമ്മുടെ ആൻസറിൽ എന്തായാലും നോട്ട് ടു ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് നോട്ട് ടു ഉള്ള 2 ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ബാക്കി 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം കേട്ടോ. മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള എലിമിനേഷൻ ചെയ്യുന്നത്. ഇനി ഡോണ്ട് ഗോ നിയർ ദി ബീച്ച് അലൻ. അലൻ എന്ന് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദ മദർ ടോൾഡ് അലൻ എന്ന് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഹിം അല്ല, മദർ ടോൾഡ് അലൻ. നോട്ട് ടു ഗോ, കണ്ടോ, നോട്ട് ടുവിന് ശേഷം അല്ലെങ്കിൽ ടുവിന് ശേഷം V1 ഫോം, നിയർ ദ ബീച്ച്. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. കിട്ടിയല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ അലന് കൊടുത്തോണ്ട് അത് തന്നെ യൂസ് ചെയ്യുക. മദർ ടോൾഡ് അലൻ നോട്ട് ടു ഗോ നിയർ ദി ബീച്ച്. അപ്പൊ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ആക്റ്റീവ് പാസീവ് പഠിക്കുക. പിന്നെ നമ്മുടെ ഇഫ് കണ്ടീഷനിലെ ഒരു മാർക്ക് നമുക്ക് എന്തായാലും ഉറപ്പിക്കാം എന്ന് തന്നെ വിചാരിച്ചിട്ട് പഠിക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ടോപ്പിക് തീർക്കാൻ പറ്റും. കുഞ്ഞു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ. fill in the blanks with the correct option. Sunflower is dash than jasmine. Dan കൊടുത്തിട്ടുണ്ട്. അപ്പൊ കമ്പാരിറ്റീവ് ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഇത്ര ഓർക്കുക. ബ്യൂട്ടിഫുളിന്റെ കമ്പാരിറ്റീവ് ഫോം എന്താ? മോർ ബ്യൂട്ടിഫുൾ. ഓക്കെ, ബ്യൂട്ടിഫുളിന്റെ കമ്പാരിറ്റീവ് ഫോം മോർ ബ്യൂട്ടിഫുളും സൂപ്പർലേറ്റീവ് എന്താണ്? മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പൊ സൺഫ്ലവർ ഇസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ജാസ്മിൻ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി സെഗ്മെന്റ് ഓഫ് ദി സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. ഇഫ് ദർ ഇസ് നോ എറർ, മാർക്ക് നോ എറർ. ഓക്കെ, though Tom studied hardly throughout the night, he could not pass the exam. No error. അപ്പൊ ഇതിൽ എറർ ഇല്ലെങ്കിൽ യു ക്യാൻ സേ നോ എറർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിൽ ഏതാണ് തെറ്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ഹാർഡ്ലി. ഈ ഹാർഡ്ലി ഒക്കെ കാണുമ്പോൾ നോട്ട് ചെയ്യുക കേട്ടോ. മിക്കവാറും അവിടെ എന്തെങ്കിലും ഒരു കുരുക്കുണ്ടാവും അല്ലെ. അപ്പൊ ഹാർഡ്ലി, സ്കേർസ്ലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ്. നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവ് സെൻസിൽ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ദോ ടോം സ്റ്റഡീഡ് ഹാർഡ്ലി. ശരിക്കും ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് അവൻ പഠിച്ചു, നന്നായിട്ട് അവൻ പഠിച്ചിരുന്നിട്ട് കൂടി എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഹാർഡ്ലി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഹാർഡ്ലി എന്ന് പറഞ്ഞാല് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഹാർഡ്ലി അല്ല വരണ്ടേ, ഹാർഡ് എന്ന് വേണം വരാനായിട്ട് അല്ലെ. അപ്പൊ ഓപ്ഷൻ എയിലാണ് മിസ്റ്റേക്ക് വരുന്നത്. അപ്പൊ ഹാർഡ്ലിയും ഹാർഡും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻസ് ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെയുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ എക്സാമിന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. fill in the blanks with the correct option. Make sure that all arrangements are perfect prior dash the inaugural function. പ്രയറിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? പ്രയർ ടു ആണ് യൂസ് ചെയ്യുക അല്ലെ. പ്രയർ ടു അതൊന്ന് പഠിച്ചു വെക്കണം. ഫിക്സഡ് പ്രപ്പോസിഷൻ ആണ് കേട്ടോ. ചില വാക്കുകളുടെ കൂടെ ചില പ്രപ്പോസിഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. ഇപ്പൊ സീനിയർ ടു, ഇൻഫീരിയർ ടു, ജൂനിയർ ടു, പ്രയർ ടു അല്ലെ. അപ്പൊ അതേപോലെ ഒരു വേർഡ് ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. Select the most appropriate option to improve the underlined segment grammatically. Okay. Yes. Either Anil or his friends has completed the painting. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ള സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഇംപ്രൂവ് ദി അണ്ടർലൈൻ സെഗ്മെന്റ്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആണോ, അതിനെന്തെങ്കിലും മാറ്റം വരുത്തണോ, ഇംപ്രൂവ് ചെയ്യണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഹാസ് കംപ്ലീറ്റഡ് എന്നാണോ പറയാ? ഐദർ അനിൽ ഓർ ഹിസ് ഫ്രണ്ട്സ്. ആലോചിച്ചിട്ട് പറഞ്ഞേ. ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആരെയും നോക്കണ്ടേ? സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കണം. സെക്കൻഡ് സബ്ജക്റ്റ് ആരാ? ഹിസ് ഫ്രണ്ട്സ് ആണ് അല്ലെ. ഹിസ് ഫ്രണ്ട്സ് ആണ്, പ്ലൂറൽ ആണ്. പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഹാസ് പറ്റുമോ? ഇല്ല അല്ലെ. എന്താ യൂസ് ചെയ്യണം? ഹാവ് യൂസ് ചെയ്യണം. ഐദർ അനിൽ ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാവ് കംപ്ലീറ്റഡ് ദി പെയിന്റിംഗ്.
അവര് തന്നെയാണ് പെയിന്റിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോ ക്രിയ ചെയ്തിട്ടുള്ള ആള് തന്നെയാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതും. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്റ്റീവ് വോയിസിൽ വേണം നമ്മൾ പറയാനായിട്ട് കേട്ടോ. ബീനൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഐദർ അനിൽ ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാവ് കംപ്ലീറ്റഡ് ദി പെയിന്റിംഗ്. അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഫോർ ദി ഗിവൺ ഇഡിയം. അറ്റ് 6s and 7s. വേഗം പറഞ്ഞോളൂ. അറ്റ് 6s and 7s. 6 ആണോ 7 ആണോ എന്നറിയാവോ? അറ്റ് 6s and 7s. എന്താണ് ആൻസർ ആയിട്ട് വരിക? കൺഫ്യൂസ്ഡ് ഓർ ഡിഫിക്കൾട്ട് അല്ലെ. കൺഫ്യൂസ്ഡ് ഓർ ഡിഫിക്കൾട്ട് എന്നുള്ളതാണ്. 6 ആണോ 7 ആണോ നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. അപ്പൊ കൺഫ്യൂസ്ഡ് ഓർ ഡിഫിക്കൾട്ട്. ഓക്കെ, അത് കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടോ. അതൊക്കെ PYQ ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ മാക്സിമം PYQ ഒക്കെ ആദ്യം കവർ ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ഫുള്ള് PYQs ഒക്കെ ചെയ്ത് പഠിക്കുക. ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ചെയ്ത് പഠിക്കുക. അപ്പൊ തന്നെ നമ്മുടെ മാർക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് നെഗറ്റീവ് അടിക്കാണ്ട് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് വരാൻ പറ്റും. പിന്നെ എവിടെയെങ്കിലൊക്കെ തെറ്റുന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടോപ്പിക് എടുത്ത് അതൊന്ന് സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സെലക്ട് ദി ഓൾട്ടർനേറ്റീവ് വിച്ച് ഇസ് ദി ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ഗിവൺ ഫ്രേസ്. എ പേഴ്സൺ അപ്പോയിന്റഡ് ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട്. ഓക്കെ, ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. എ പേഴ്സൺ അപ്പോയിന്റഡ് ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട്. ഒരു ഡിസ്പ്യൂട്ട്, ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു എന്താ പറയാ ഒരു മധ്യസ്ഥൻ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് ആരാണ്? പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന യെസ് ആർബിട്രേറ്റർ അല്ലെ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് ആർബിട്രേറ്റർ. പഠിച്ചേക്കണേ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദി ഫുൾ ഫോം ഓഫ് OTT? ഫുൾ ഫോം ചോദിക്കുന്നുണ്ട്. നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. OTTയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ? ഓവർ ദി ടോപ്പ് അല്ലെ. ഓവർ ദി ടോപ്പ് ആണ് OTT പ്ലാറ്റ്ഫോം ആക്കിയില്ലേ, ഓവർ ദി ടോപ്പ് ആണ്. നെക്സ്റ്റ് വൺ, ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ടു fill in the blank. Okay, Lakshmi is a dash of our college. എന്തായിരിക്കും ആൻസർ? ലക്ഷ്മി is a dash of our college. നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനി അല്ലെ. ലക്ഷ്മി എന്ന് കാണുമ്പോൾ തന്നെ വിദ്യാർത്ഥിനിയാണ്, സിംഗുലർ ആണ്, വിദ്യാർത്ഥിനിയാണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വേഗം പറഞ്ഞോളൂ. ആൻസർ അലുമ്ന ആണ് കേട്ടോ. അലുമ്ന ഓഫ് അവർ കോളേജ്. ലക്ഷ്മി is an alumna of our college. Okay, പൂർവ്വ വിദ്യാർത്ഥിനി. ഓക്കെ, സ്ത്രീലിംഗമാണ്, വിദ്യാർത്ഥിനിയാണ് കേട്ടോ. ഇതിന്റെ തന്നെ പ്ലൂറൽ ആയിട്ട് പറയുന്നതാണ് അലുമ്നെ എന്നുള്ളത്. ഇത് സിംഗുലർ ആണെങ്കിൽ ഇതിന്റെ പ്ലൂറലാണ് അലുമ്നെ എന്ന് പറയുന്നത് കേട്ടോ. അതേസമയം പൂർവ്വ വിദ്യാർത്ഥി ആണെങ്കിൽ നമ്മൾ എന്താ പറയാ? അലുമിനസ് എന്നാണ് പറയാ. ഓക്കെ, അതിന്റെ പ്ലൂറലായിട്ട് നമുക്ക് അലുമ്നെ പറയാം. അപ്പൊ ഇവിടെ ലക്ഷ്മി ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ലക്ഷ്മി ഈസ് ആൻ അലുമ്ന ഓഫ് അവർ കോളേജ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഡാഷ് ദ ടീച്ചർ ദ സ്റ്റുഡന്റ് സ്റ്റോപ്ഡ് ടോക്കിംഗ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വേഗം പറഞ്ഞോളൂ. യെസ്, സീയിങ് ദ ടീച്ചർ ദ സ്റ്റുഡന്റ് സ്റ്റോപ്ഡ് ടോക്കിംഗ്. നമ്മൾ ING ഫോം സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ സീയിങ് ദ ടീച്ചർ ദ സ്റ്റുഡന്റ് സ്റ്റോപ്പ് ടോക്കിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദി കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദി വേർഡ് സ്റ്റിമുലസ്. സ്റ്റിമുലസിന്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. പറയാവോ? സ്റ്റിമുലസിന്റെ പ്ലൂറൽ ഫോം. ലാസ്റ്റ് US വെച്ചിട്ട് അവസാനിക്കുന്ന കേസ് ആണെങ്കിൽ നമ്മൾ I വെച്ചിട്ട് പറയാറുണ്ട് അല്ലെ. I വെച്ചിട്ട്. ഓക്കെ, സ്റ്റിമുലൈ, സ്റ്റിമുലൈ. ഓക്കെ, US ഞാൻ പോയി എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാൻ പറഞ്ഞിരുന്നു. IUS എന്നുള്ള രീതിയിൽ കേട്ടോ. ഓക്കെ, അപ്പൊ സ്റ്റിമുലസിന്റെ പ്ലൂറൽ ഫോം എന്താണ്? സ്റ്റിമുലൈ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. 20 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും കിട്ടി. തെറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് വരിക. അടുത്ത ദിവസം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഇവിടെ തെറ്റിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ശരിയാക്കുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുക. സെൽഫായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രേ പറയാനുള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് വളരെ വാല്യുബിൾ ആണ്. അതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.